സ്വകാര്യവൽക്കരണത്തിനും ആഗോള കുത്തകകൾക്കും വൻകിട കോർപ്പറേറ്റുകൾക്കുമെതിരെ ഇന്നലകളിൽ മുഷ്ടി ചുരുട്ടി സമരരംഗത്തിറങ്ങി രക്തക്കളം സൃഷ്ടിച്ച് വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ കാലങ്ങളോളം സ്തംഭിപ്പിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും ജീവിതവും ജീവനും പന്താടിയ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വകാര്യവൽക്കരണത്തിനും വൻകിട കോർപ്പറേറ്റുകൾക്കും പരവതാനി വിരിക്കുന്നത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ന് തൽക്കാലം ആശ്വസിക്കാം. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ മാഫിയകളെന്നും വിദ്യാഭ്യാസ കച്ചവടക്കാരെന്നും ആക്ഷേപിച്ച് രാഷ്ട്രീയ ചാവേറുകളെ വെച്ച് കല്ലെറിയാനും കൂച്ചുവിലങ്ങിടാനും സ്ഥാപനങ്ങൾ തല്ലി തകർക്കാനും മത്സരിച്ചെത്തിയവർ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കാതെ എടുത്തു ചാടുന്നത് അപകടമാണ്. ഇന്നും സ്വാശ്രയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂട്ടിലടയ്ക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ സർക്കാരിന്റെ നിയന്ത്രണങ്ങളും രാഷ്ട്രീയ അജണ്ടകളും മറികടന്ന് സ്വകാര്യ സർവകലാശാല വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിൽ അത്ര എളുപ്പമല്ല. 50-50 എന്ന ഫോർമുലയിൽ കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ കൂട്ടിലടച്ചവർ 60% വിദ്യാർത്ഥികളെ കേരളത്തിന് പുറത്തുനിന്നാകാമെന്ന് സ്വകാര്യ യൂണിവേഴ്സിറ്റികളോട് പറയുന്നതിൽ എന്ത് ന്യായീകരണമുണ്ട്? സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായവുമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളെ വിവരാവകാശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന വിവരക്കേടിന് സർക്കാരിന് ഉത്തരവുണ്ടോ? സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് സ്വന്തമായി നിശ്ചയിക്കാം. അതേ രീതിയിൽ പണം മുടക്കി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർക്ക് സർക്കാർ ഫീസ് നിശ്ചയിക്കുന്ന വിരോധാഭാസം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് UGC പ്രഖ്യാപിച്ച സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിയന്ത്രണം മുഴുവൻ സർക്കാരിന്. ഉദാഹരണത്തിന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ. സ്വയംഭരണ കോളേജുകൾക്ക് സ്വതന്ത്രമായി അഡ്മിഷൻ നടത്താം, പക്ഷെ കേരളത്തിൽ മാത്രം പറ്റില്ല. അഡ്മിഷനും ഫീസും സർക്കാർ നിശ്ചയിക്കും. സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെ കൈകടത്തൽ വേറെയും. 2023 UGC റെഗുലേഷൻ പ്രകാരം സ്വയംഭരണ കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷൻ ഫീസ് ഇല്ല. കേരളത്തിലെ സാങ്കേതിക യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഫീസ് എന്ന പേര് മാറ്റി മറ്റൊരു പേരിൽ പണം ഈടാക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. 20 പ്രമുഖ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ക്യാമ്പസ് ആരംഭിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ അവകാശവാദം ഉയർത്തുന്നുണ്ട്. ആരോഗ്യ, നിയമ, സാങ്കേതിക പഠന മേഖലകളാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ടൗൺഷിപ്പുകളും പിന്നാമ്പുറത്തുണ്ട്. വിമാന റെയിൽ സൗകര്യമുള്ള ജില്ലകളിലാകും സ്വകാര്യ നിക്ഷേപം എത്തിച്ചേരുക. താമസ സൗകര്യം മുതൽ വിനോദ കേന്ദ്രങ്ങൾ വരെ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ ടൗൺഷിപ്പുകൾ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടൊപ്പം നിക്ഷേപവും തൊഴിൽ സാധ്യതകളും മറ്റൊരു സാധ്യതയാണ്.